എൻഐയുടെ വിവാദ ബില്ല് ലോക്സഭയിൽ പാസാക്കി. ഇതുവരെ എൻഐക്കുണ്ടായിരുന്ന അധികാരം എന്ന് പറയുന്നത് സംഘടനകളെ ഭീകരവാദ സംഘടനകളായി പ്രഖ്യാപിക്കാനും സ്വത്തുവകകൾ കണ്ടുകെട്ടാനുമായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ പുതിയ അധികാരം കൂടി എൻഐക്ക് ലഭിച്ചിരിക്കുകയാണ്. അതായത് വ്യക്തികളെ ഭീകരന്മാരായി പ്രഖ്യാപിക്കാൻ എൻഐക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഒപ്പം രാജ്യത്തിന് പുറത്തുള്ള ഭീകരവാദ സംഘടനകളെ കുറിച്ച് നേരിട്ട് അന്വേഷിക്കാനുള്ള ഒരു അനുമതിയും എൻഐക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതില് വ്യക്തികളെ ഭീകരന്മാരായി പ്രഖ്യാപിക്കാനുള്ള അധികാരം അത് ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ലോക്സഭയിൽ ഉയർന്നു കേട്ടത്. കാരണം നേരത്തെ എൻഐക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ചില നിരപരാധികൾ ഭീകരവാദികളായി ചിത്രീകരിക്കപ്പെട്ടതും പിന്നീട് അവർ നിരപരാധികളായി പുറത്തു വന്നതുമായിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്, കേട്ടതാണ്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ സത്യപാൽ സിംഗ് ഒരു ആരോപണവുമായി രംഗപ്രവേശനം ചെയ്തു. അതായത് ഹൈദരാബാദിൽ ഒരു കമ്മീഷണർ കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവിടെയുള്ള ജനപ്രതിനിധി കമ്മീഷണറെ ഭയപ്പെടുത്തുകയും നേരാവണ്ണം ഞങ്ങൾ പറയുന്ന രീതിയിൽ അന്വേഷണം നടത്തിയില്ലെങ്കിൽ നിങ്ങളെ സ്ഥലം മാറ്റുമെന്ന് കമ്മീഷണറോട് പറഞ്ഞു. ഈ വിവരം ഞാൻ അറിയുകയും ചെയ്തു എന്നാണ് സത്യപാൽ സിംഗ് ലോക്സഭയിൽ പറഞ്ഞത്. എന്നാൽ ഇത് ഉവൈസിയെ ഉദ്ദേശിച്ചാണെന്നുള്ളത് വ്യക്തമാണ്. ഹൈദരാബാദിലെ MP ആണ് ഉവൈസി. ഉടൻ തന്നെ ഉവൈസി എണീറ്റ് നിന്നുകൊണ്ട് സത്യപാൽ സിംഗിനോട് ചോദിച്ചു, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കാര്യം പറഞ്ഞത്? വായിൽ തോന്നിയത് വിളിച്ചു പറയുകയല്ല വേണ്ടത്, മറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കണം. അതുകൊണ്ട് ഈ കാര്യത്തിനെ പ്രൂവ് ചെയ്യുന്ന എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾ ഇവിടെ വെക്കുക, എന്നിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ എണീറ്റ് നിന്നുകൊണ്ട് ഉവൈസിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടരുത്, ഭരണപക്ഷം സംസാരിക്കുമ്പോൾ നിങ്ങൾ മാന്യത പുലർത്തണം എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിച്ചു. ഉടൻ തന്നെ ഉവൈസി എണീറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് നേരെ വിരൽ ചൂണ്ടാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? നിങ്ങൾ എന്നെ വിരൽ ചൂണ്ടി പേടിപ്പിക്കുകയാണോ? അങ്ങനെ പേടിക്കുന്ന ഒരാളല്ല, അങ്ങനെ ഭയം വരുന്ന ഒരാളല്ല താനെന്ന് ഉവൈസി അമിത്ഷയ്ക്ക് നേരെ തിരിച്ചടിച്ചു. ഉടൻ തന്നെ അമിത്ഷയും പറഞ്ഞു, എന്നെ പേടിക്കേണ്ട ആവശ്യം ഉവൈസിക്കില്ല എന്ന് അമിത്ഷയും പറഞ്ഞു. അങ്ങനെ രണ്ടുപേർ തമ്മിൽ കുറച്ചു സമയം കൊമ്പ് കോർക്കുകയും ഇത് വലിയ വാർത്തയാവുകയും ചെയ്തു. കാരണം രണ്ടുപേരും പാർലമെന്റിന്റെ അകത്ത് ശക്തന്മാരാണ്, യാതൊരു സംശയമില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു രണ്ടുപേർക്കും ഇടയിൽ നടന്നത്. ഒടുവിൽ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. എന്നാൽ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം അത് വലിയ വാർത്തയായിരിക്കുകയാണ്. ഒടുവിൽ ഈ വിവാദ ബില്ല് പാസ്സാവുകയും നിരവധി പ്രതിപക്ഷ MP-മാർ എണീറ്റ് നിന്ന് വിവാദ ബില്ലിനെതിരെ ശബ്ദിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.